നേപ്പാളിൽ വിനോദയാത്രയ്ക്ക് പോയ മലയാളി സംഘം കോഴിക്കോട് നിന്നുള്ളൊരു യാത്രാ സംഘമായിരുന്നു. അവർ നേപ്പാളിൽ എത്തിയതോടെ അവിടെ ജൻസി പ്രക്ഷോഭത്തിൽ ഉൾപ്പെടുകയും അവിടുത്തെ ഭീകരതയും ആ ഒരു ഭീകരാന്തരീക്ഷവും എല്ലാം അനുഭവിച്ചേർന്ന ഒരു സംഘമാണ്. ഇപ്പോൾ അവർ അവരുടെ യാത്ര പൂർത്തിയാക്കി കേരളത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ബൊക്കാറോയില് പാരാറൈഡിന് പോയ സമയത്ത് പാരാറൈഡ് ഇല്ലാന്ന് പറയുകയും എന്നുവെച്ചാൽ ബാക്കി പാരാറൈഡ് ചെയ്യാത്തൊരു 5 പേര് ടൗണിൽ പോയിട്ട് 5 പേര് അവിടെ കുടുങ്ങുകയും ഞങ്ങൾക്ക് ടൗണിലേക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതി വരികയും. ടൗണിൽ പോകുന്നവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഉച്ചവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഉച്ച തൊട്ടിട്ട് പിന്നെ നിറയെ കടകൾ അടപ്പിക്കാൻ തുടങ്ങി. ഭയങ്കര പ്രശ്നമായപ്പോൾ ഡ്രൈവറെ ഞങ്ങളൊരു ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലേക്ക് സേഫായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റി. പിന്നെ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ ആണ് ഞങ്ങൾ രാത്രി 10 വരെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടിയുടെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് നേപ്പാളിലുണ്ടായിരുന്നു. അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് ആ കുട്ടീനെ ഞങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് പറയണം. ആ കുട്ടി രാത്രി ഇറങ്ങി വന്നു. ഞങ്ങൾ നേപ്പാളി സ്വദേശി സാരംഗോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ കുട്ടി പലതരത്തിൽ അന്വേഷിച്ചിട്ട് ഒരാളെ കണ്ടുപിടിച്ചു. ഞങ്ങൾ 5 പേരെ 2 ട്രിപ്പായിട്ട് കൊണ്ടുപോകാമെന്ന് ഏറ്റു. കുറച്ച് ദൂരം എത്തിയപ്പം അപ്പം തന്നെ ഭയങ്കര ഭീകരമായൊരു അന്തരീക്ഷമാണ്. ഒട്ടും എല്ലാം വണ്ടികളൊക്കെ കത്തിക്കുക, പോകുക മയം. പിന്നെ പോണ വഴിക്ക് ഞങ്ങളെ വണ്ടി തടയും, കല്ലെറിയും. കുറേ ആൾക്കാർ എന്താ പറയുക ആക്രോശിച്ച് ഇങ്ങനെ വരിക. പിന്നെ ഡ്രൈവർ ഇവർ ഇന്ത്യൻസാണ്, ഞങ്ങളും അതെ ഇന്ത്യൻസാണ്, ടൂറിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എന്തോ ഭാഗ്യം കൊണ്ട് അവർ പിന്തിരുന്നു. അന്ന് ഞങ്ങൾ ശരിക്കും പേടിച്ചിട്ടാണ് ഉറങ്ങിയത്. പിറ്റേന്ന് ഞങ്ങൾ അവിടെ താമസസ്ഥലം കുറച്ചും കൂടി മുകളിലുള്ള ഒരു സ്ഥലത്തേക്ക് മാറി. അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ഈ തിരിച്ചു വരാനുള്ള ഇന്നലെയാണ് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ റെഡിയായത്. നമ്മൾ മൊത്തം 14 പേരുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പ് കൊച്ചിയിൽ നിന്ന് കയറി, മറ്റേത് ബാംഗ്ലൂരിൽ നിന്ന്. എല്ലാവരും സേഫാണ്. കുറച്ച് പേര് എത്താനുണ്ട്, കുറച്ച് പേര് ഡൽഹിയിലുണ്ട്. അവർക്ക് ഇപ്പോൾ ഫ്ലൈറ്റ് കയറാനായിട്ടുണ്ട്. കൊച്ചിയിൽ ഇപ്പോൾ അവർ ലാൻഡ് ചെയ്തു. ഇനി ആലുവയിലെത്തി അവിടെ നിന്ന് ട്രെയിൻ മാർഗം അവരുടെ വീടുകളിലൊക്കെ യാത്ര തിരിക്കും. നിഖിൽ ജോസഫിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.